ആലപ്പുഴയിൽ 4ാം ക്ലാസ്സുകാരിയെ പിതാവും രണ്ടാനമ്മയും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ജില്ലാ ശിശുക്ഷേമ ഓഫീസറോടും നൂറിനാട് SHOയോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. രഘു, കേട്ടാൽ വളരെ സങ്കടം തോന്നുന്ന അവസ്ഥയായിരുന്നു ആ കുഞ്ഞിൻ്റേത്. എങ്ങനെയാണ് ഇടപെടൽ? ദിവിഷ് പറഞ്ഞതുപോലെ ആ കുഞ്ഞ് അക്ഷരമുറയ്ക്കാത്ത കൈകൾ കൊണ്ട് അവൾക്കറിയാവുന്ന രീതിയിൽ അവൾ എഴുതിയ ഡയറി കുറിപ്പ് കണ്ണീരോടുകൂടിയല്ലാതെ ഒരു മനുഷ്യർക്കും വായിച്ചു തീരാൻ പറ്റില്ല. അത്രമേൽ സങ്കടകരമായ, അത്രമേൽ ക്രൂരമായ പീഡനങ്ങളാണ് ആ കുഞ്ഞ് അനുഭവിച്ചത്. അതുകൊണ്ടുകൂടിയാണ് ഇത് വലിയ ശ്രദ്ധയപ്പെടുന്നതും പോലീസ് അടക്കം കാര്യമായ രീതിയിലുള്ളൊരു അന്വേഷണം നടത്തുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതിന് പിന്നാലെ അച്ഛനും അമ്മയും രണ്ടാനമ്മയും ഒളിവിൽ പോയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇയാൾ കുറച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. മുൻപ് കഞ്ചാവ് കേസിലും ഒരു ഭവനഭേദന കേസിലും പ്രതിയായിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് രണ്ടുപേരുടെയും. ഇവർ ഏകദേശം എവിടെയൊക്കെ പോകാൻ സാധിക്കും, ബന്ധുവീടുകളിലായിരിക്കും ഇവർ കൂടുതലായി പോകുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ രീതിയിലുള്ളൊരു തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിനെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയോടൊപ്പമാണ് വിട്ടയച്ചത്. കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തിരുന്നു. കുഞ്ഞിൻ്റെ കൂടി ആവശ്യപ്രകാരമാണ് അച്ഛൻ്റെ അമ്മയോടൊപ്പം വിട്ടത്. കാരണം കുഞ്ഞ് പറയുന്നത് നേരത്തെ ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് കുടുംബ വീട്ടിലായിരുന്നു. അച്ഛൻ്റെയും ഒപ്പമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഇവർക്ക് വലുതായിട്ടുള്ളൊരു പീഡനമൊന്നും ഉണ്ടായിരുന്നില്ല. പുതിയ വീടെടുത്ത് മാറിയ ശേഷമാണ് കുഞ്ഞിനെ അച്ഛനും രണ്ടാനമ്മയും ഒക്കെ മനുഷ്യത്വമില്ലാത്ത രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവളുടെ അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ, കുഞ്ഞിന് മാസങ്ങൾ പ്രായമുള്ളപ്പോൾ മരിച്ചു പോയതാണ്. 1.5 വർഷത്തിന്